ചരിത്ര നിമിഷം കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്തു. മുഖ്യമന്ത്രിക്കൊപ്പം 20 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നു. 1982-ൽ കെ കരുണാകരൻ സർക്കാരിന്റെ കാലത്തിന് ശേഷം ആദ്യമായാണ് യു.ഡി.എഫിന്റെ മുഴുവൻ മന്ത്രിമാരും ഒരേ ദിവസം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം ഭരണപക്ഷത്തിനൊപ്പം പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാരെയും വേദിയിൽ ഇരുത്തിയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് പുരോഗമിക്കുന്നത്. ദൃശ്യങ്ങളിലേക്ക്. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യും. ഞാൻ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ചരിത്ര നിമിഷം കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നു. മുഖ്യമന്ത്രിക്കൊപ്പം 20 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നു. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്നാൽ 1982-ൽ കെ കരുണാകരൻ സർക്കാരിന്റെ കാലത്തിന് ശേഷം ഇതാദ്യമായാണ് യു.ഡി.എഫിന്റെ മുഴുവൻ മന്ത്രിമാരും ഒരേ ദിവസം തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. പ്രവർത്തകരെല്ലാം തന്നെ ഏറെ ആവേശത്തിൽ. ഇപ്പോഴും തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് പ്രവർത്തകരുടെ ഒഴുക്കാണ് കാണാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് ഈ മണിക്കൂറിൽ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? അനീഷ്. തീർച്ചയായിട്ടും ഷിബിൻ, തിരുവനന്തപുരത്തേക്ക് കോൺഗ്രസ് പ്രവർത്തകരുടെ യു.ഡി.എഫ് പ്രവർത്തകരുടെ വലിയ ഒഴുക്കാണ് ഉണ്ടായിട്ടുള്ളത്. യു.ഡി.എഫ് പ്രവർത്തകരെല്ലാം കേരളമാകെ ആവേശത്തിലാണ്. വിവിധയിടങ്ങളിൽ പായസം വെച്ചും മധുരം പങ്കിട്ടുമൊക്കെ പ്രവർത്തകർ ആവേശം പ്രകടിപ്പിക്കുകയാണ്, സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ 10 വർഷത്തെ കാത്തിരിപ്പിന് അന്ത്യം കുറിച്ചാണ് യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട്, അതായത് യു.ഡി.എഫ് ഇപ്പോൾ അധികാരത്തിലേക്ക് എത്തിയിട്ടുള്ളത്. യു.ഡി.എഫ് അധികാരത്തിലെത്തിയ നാൾ മുതൽ 102 സീറ്റിന്റെ വലിയ ഭൂരിപക്ഷത്തോടെ യു.ഡി.എഫ് അധികാരത്തിലെത്തിയ നാൾ മുതൽക്കേ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ ആവേശത്തിലായിരുന്നു. എന്നാൽ ഇതിനിടയിൽ മുഖ്യമന്ത്രി ചർച്ചയൊക്കെ ചെറിയ അലോസരമൊക്കെ ഉണ്ടാക്കിയെങ്കിലും ഇപ്പോഴെന്താണെങ്കിലും ചരിത്രത്തിൽ 2ാം തവണ യു.ഡി.എഫിന്റെ മുഴുവൻ മന്ത്രിമാരെയും പ്രഖ്യാപിച്ചുകൊണ്ട് വി.ഡി. സതീശൻ മന്ത്രിസഭ അധികാരമേറ്റിരിക്കുകയാണ്. കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ 10 മണിയോടെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ബൃഹത്തായ ചടങ്ങിൽ സതീശനൊപ്പം 20 മന്ത്രിമാരും ഒരുമിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. 1982-ൽ കെ കരുണാകരൻ സർക്കാരിന്റെ കാലത്തിന് ശേഷം ഇതാദ്യമായാണ് യു.ഡി.എഫിന്റെ മുഴുവൻ മന്ത്രിമാരും ഒരുമിച്ച് ഇത്തരത്തിലുള്ള ഒരു സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് എത്തുന്നത് എന്നുള്ളതും വളരെ പ്രത്യേകത തന്നെയാണ്. 10 വർഷത്തെ ഭരണ തുടർച്ചയ്ക്ക് വിരാമമിട്ട് യു.ഡി.എഫ് തിരിച്ചെത്തിയതിന്റെ ആവേശത്തിലാണ് അണികളുള്ളത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 10,000-ങ്ങൾ തലസ്ഥാനത്തേക്ക് ഒഴുകി എത്തിയിരിക്കുകയാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് എത്തില്ല എന്ന് അറിയിച്ചിരുന്നെങ്കിലും കോൺഗ്രസിന്റെ 4 മുഖ്യമന്ത്രിമാരും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ദേശീയ അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെയും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് ദേശീയ നേതൃത്വവും ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPI-യുടെ സംസ്ഥാന സെക്രട്ടറി വിനോദ് വിശ്വം, BJP സംസ്ഥാന സെക്രട്ടറി രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ ഈ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. തലസ്ഥാനം ഇന്ന് അക്ഷരാർത്ഥത്തിൽ യു.ഡി.എഫിന്റെ ആഘോഷവേദിയായി മാറിയിരിക്കുകയാണ്. കനത്ത സുരക്ഷയിലാണ് തലസ്ഥാനമുള്ളത്. വേദിയിൽ ഗവർണർക്കൊപ്പം മുഖ്യമന്ത്രിയെയും
മന്ത്രിമാരെയും മാത്രം മതിയെന്ന് ലോക്ഭവൻ ഇന്നലെ അറിയിച്ചിരുന്നതാണ്. എന്നാൽ ഇതെല്ലാം തിരസ്കരിച്ചുകൊണ്ടാണ് ഇപ്പോൾ വേദിയിലേക്ക് പ്രതിപക്ഷ നേതാക്കന്മാരെയും പ്രതിപക്ഷ പാർട്ടികളുടെ അംഗങ്ങളെയും എല്ലാം തന്നെ വേദിയിലേക്ക് ഇരുത്തി ഇപ്പോൾ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി വി.ഡി. സതീശന് പുറമെ 21 അംഗ മന്ത്രിസഭയിലെ മറ്റു മന്ത്രിമാരായി പി കെ കുഞ്ഞാലിക്കുട്ടി രണ്ടാമനായി സത്യപ്രതിജ്ഞ ചെയ്തു. ഇതിനുശേഷം ഇപ്പോൾ രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, മോൻസി ജോസഫ്, ഷിബു ബേബി ജോൺ, CP ജോൺ, അനൂപ് ജേക്കബ്, AP അനിൽകുമാർ, ബിന്ദു കൃഷ്ണ, PC വിഷ്ണുനാഥ്, M ലിജു, P സിദ്ദിഖ്, റോജി M ജോൺ, OJ ജനീഷ്, K തുളസി, PK ബഷീർ, N ഷംസുദ്ദീൻ, KM ഷാജി, V അബ്ദുൽ ഗഫൂർ എന്നിവരും സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ടു പിന്നാലെ ചേരുന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ വി.ഡി. സതീശൻ തന്റെ കരുത്ത് തെളിയിക്കുമെന്നാണ് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ. അതായത് സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും ലക്ഷ്യമിട്ടുള്ള വിപ്ലവകരമായ ചില ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ആദ്യ ക്യാബിനറ്റിൽ തന്നെ ഉണ്ടായേക്കുമെന്നുള്ള വിവരം പുറത്തു വന്നു കഴിഞ്ഞു. ആശാപ്രവർത്തകരുടെ ഓണറേറിയം കൂട്ടവും കൊച്ചി മാതൃകയിൽ സംസ്ഥാനത്താകെ ഇന്ദിരാ കാന്റീൻ കൊണ്ടുവരും, KSRTC-യിൽ സ്ത്രീകളുടെ സൗജന്യ യാത്രയിലും പ്രഖ്യാപനം വന്നേക്കുമെന്നൊക്കെയുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടോടെയാണ് മന്ത്രിമാരുടെ ഒരു പട്ടിക ഒക്കെ തന്നെ തയ്യാറാക്കിയത്. മുഖ്യമന്ത്രി അടക്കമുള്ള 21 മന്ത്രിമാരുടെയും പട്ടിക ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് ലോക്ഭവനിലെത്തി വി.ഡി. സതീശൻ കൈമാറിയിരുന്നു. മന്ത്രിമാർക്ക് ടേം വ്യവസ്ഥ കൊണ്ടുവരുന്നത് ഉഭയകക്ഷിയിൽ ധാരണയായിട്ടുണ്ടെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്നാൽ തർക്കം തീർന്നിട്ടില്ല എന്നുള്ള വിവരങ്ങളും ഇതിന് ആനുപാതികമായി പുറത്തു വരുന്നുണ്ട്. അനൂപ് ജേക്കബും മാണി സി കാപ്പനും മന്ത്രിസ്ഥാനം പങ്കുവയ്ക്കുമെന്നാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. ഇതിനോട് അനൂപിനും കാപ്പനും എതിർപ്പുണ്ടെന്നും സൂചനകളുണ്ട്. എന്തായാലും അനൂപ് ആദ്യം ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞു. ഇതുപോലെ തന്നെ ചരിത്രത്തിൽ ആദ്യമായി മുസ്ലിം ലീഗും മന്ത്രിസ്ഥാനത്തിന് ടേം വ്യവസ്ഥ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോഴിക്കോടിന് മന്ത്രിസ്ഥാനമില്ലാത്തതിനാൽ ഈ പാറക്കൽ അബ്ദുള്ളയെ 2.5 വർഷം കഴിഞ്ഞ് മന്ത്രിയാക്കുമെന്ന് ലീഗ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആരാണ് ഒഴിയേണ്ടതെന്ന് ഇപ്പോൾ ലീഗ് പുറത്തു പറഞ്ഞിട്ടുമില്ല. മന്ത്രിമാരുടെ വകുപ്പുകളിലും അന്തിമ തീരുമാനം ആയിട്ടില്ല. വൈദ്യുതി വകുപ്പ് വേണമെന്ന് പറഞ്ഞ കെ മുരളീധരന് ആരോഗ്യ വകുപ്പും ദേവസ്വവും നൽകാൻ ധാരണയായിട്ടുണ്ടെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മന്ത്രിസഭ എന്തുകൊണ്ടും പ്രത്യേകതകൾ നിറഞ്ഞതാണ്. അതായത് ക്യാബിനറ്റ് പദവിയിലെ 3 വനിതകളാണ് മന്ത്രിസഭയിലുള്ളത്. ഇത് UDF-ൽ തന്നെ ആദ്യമായിട്ടുള്ള ഒരു സംഭവമാണ്. ബിന്ദു കൃഷ്ണ, K തുളസി എന്നിവർ മന്ത്രിസഭയിലും ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലും എത്തുമെന്നാണ് വിവരം. 1964-ൽ നഫീസത്ത് ബീവിക്ക് ശേഷം ആദ്യമായാണ് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് ഒരു വനിത എത്തുന്നതെന്നതും ശ്രദ്ധേയമാണ്. ശരി അനീഷ്, വിവരങ്ങൾ വ്യക്തമാകുന്നു. അനീഷ്, കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നു. കേരളത്തിന്റെ ക്യാപ്റ്റൻ. കേരള ജനത ഒന്നടങ്കം കാത്തിരുന്ന ചരിത്ര നിമിഷം. മുഖ്യമന്ത്രിക്കൊപ്പം 20 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നു. 1982-ൽ K കരുണാകരൻ സർക്കാരിന്റെ കാലത്തിന് ശേഷം ആദ്യമായാണ് UDF-ന്റെ മുഴുവൻ മന്ത്രിമാരും ഒരേ ദിവസം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ഞങ്ങളുടെ പ്രതിനിധി അനീഷ് പി.